ഹലോ, അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സവാള നമുക്ക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 7-8 പച്ചമുളക്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തക്കാളി നമ്മൾ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. സ്റ്റൂവിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടത്തില്ല. ഇവിടെ ചിക്കൻ്റെ സ്റ്റൂ ആയതുകൊണ്ടിട്ട് ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരല്പം പേരിന് വേണ്ടിയിട്ടേ ചേർക്കുന്നുള്ളൂ, അധികം ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 3 ഏലക്കായ, പിന്നെ ഒരു 4 ഗ്രാമ്പു, കുറച്ച് പട്ട, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു പൊടി പോലും വെള്ളം ചേർക്കണ്ട. വെള്ളം വെക്കാതെ തന്നെ നമുക്കിത് വേവിക്കാം. ചിക്കനൊക്കെ ഇതിന് വെള്ളം ഇറങ്ങി വന്നോളും. അതുകൊണ്ട് നമുക്ക് വെള്ളം ഇതിൽ വെച്ച് കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, നല്ലതുപോലെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങയാണ് ചിരകി വെച്ചേക്കുന്നത്. അപ്പോൾ ആ തേങ്ങയിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് കുറച്ച് സമയം നമുക്ക് വേവിക്കാം. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 2ാം പാലിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1ാം പാലാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫാക്കാം. കാരണം ഈ ചൂടി കിടന്നതിന് അത് നല്ലതുപോലെ ഒന്ന് സെറ്റായിക്കോളും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒരു 2-3 കഷ്ണം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുറുകിയ നല്ല സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.